Rayoptics next video ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. മറ്റ് 3 വീഡിയോസും കാണുക, അപ്പോൾ മാത്രമാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിറർ ഫോർമുലയാണ്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/f = 1/v + 1/u. എഴുതി വെക്കുക. എഫ് എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് അഥവാ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം പോൾ ഓഫ് ദ മിറർ ആണ്. അതുപോലെ യു എഴുതി വെക്കുക, ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം പോൾ ഓഫ് ദ മിറർ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഡയഗ്രാം വേണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ആദ്യം ഒരു കോൺകേവ് മിറർ വരയ്ക്കുക. കോൺകേവ് മിറർ വരയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. പെൻസിൽ ചരിച്ച് വെച്ച് ഷെയ്ഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ചെറിയ വര ഇട്ട് കൊടുക്കുക. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക, പോൾ അടയാളപ്പെടുത്തുക. അതുപോലെ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, അത് നിങ്ങളൊരു ഡിസ്റ്റൻസ്, ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എടുത്തോളൂ. ഒരു 3 സെൻറ്റിമീറ്റർ അങ്ങോട്ട് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത സെൻറ്റർ ഓഫ് കർവേച്ചർ അടയാളപ്പെടുത്തുമ്പോൾ ഇവിടുന്ന് എഫ് നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ വരാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു ഒബ്ജക്റ്റ് വെക്കുക. ഒബ്ജക്റ്റിന് പേര് കൊടുക്കൂ, എയും ബിയും ആണ്, അല്ലെങ്കിൽ നമുക്ക് എച്ച് എന്ന് പേര് കൊടുക്കാം. അടുത്തത് ഒരു ഇൻസിഡൻറ്റ് റേ വരയ്ക്കണം. എ എം ആണ് ഇൻസിഡൻറ്റ് റേ, അപ്പം ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്കത് ഫോക്കസിലൂടെ പോകും. വേണമെങ്കിൽ നമുക്ക് എൻ, ഇവിടെ ഒരു എം എൻ എന്ന് പറഞ്ഞ റിഫ്ലക്റ്റഡ് റേ വരയ്ക്കാം. ഇനി ഒരു റേ കൂടി എടുക്കുകയാണ്. ആ റേ വരുന്നത് എ എന്ന ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്നാണ്, അത് വീഴുന്നത് പോളിലാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് ഇതുപോലെ പോകും. അപ്പോൾ നമുക്ക് കാണാം ഈ 2 റേയും ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ്റർസെക്റ്റഡ് ദിസ് പോയിന്റ്, റൈറ്റ്? അവിടെ നമ്മൾ ഇമേജ് വരയ്ക്കുക, അതിന് പേര് കൊടുക്കുക. എ ഡാഷ് ബി ഡാഷ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡെറിവേഷൻ തുടങ്ങുകയാണ്. അതിന് നമുക്കറിയാവുന്ന പോലെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എഴുതി വെക്കുക. ഫോർ സ്മോൾ ആംഗിൾ, നമ്മൾ ഈ റയോപ്റ്റിക്സിലെ എല്ലാ ഡെറിവേഷൻസും നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ജോമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുള്ളൂ. എഴുതി വെക്കുക. ഫോർ സ്മോൾ ആംഗിൾ ദ പോയിന്റ് എം ഇസ് വെരി ക്ലോസ് ടു പി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാര്യം കൂടി എഴുതണം. സോ എം പി ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്കിത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എഫ് പി എമ്മിന് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. അതുപോലെ സൈൻ തീറ്റയും ടാൻ തീറ്റയും അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എച്ച്, ഇമേജ് എച്ച് ഡാഷ്, നമ്മൾ ഡെറിവേഷനിലേക്ക് എടുക്കുകയാണ്. നോക്കൂ, ഇവിടെ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ഡാഷ് ബി ഡാഷ് എഫും, അതുപോലെ ഇവിടെ നോക്കൂ എഫ് പി എം എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളും. ആ കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ ഇതൊരു ട്രയാംഗിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമേ. എം പി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് രണ്ടും സിമിലർ ട്രയാംഗിളാണ്. അതിൻ്റെ റീസൺ കേട്ടോളൂ. ഈ ആംഗിൾ, അതായത് എ ഡാഷ് ബി ഡാഷ് എഫിൻ്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഈ എഫ് പി എം എന്ന് പറഞ്ഞ ട്രയാംഗിളും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ്. ഇഫ് എം പി ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു ക്രോസ്, ഇങ്ങനെ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. അപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് സിമിലർ ട്രയാംഗിൾസിന്. അതിലുള്ള ഒരു കണ്ടീഷനാണ് 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിളോ അല്ലെങ്കിൽ 2 ട്രയാംഗിളുകളോ അവരുടെ 2 ആംഗിളുകൾ ഈക്വൽ ആയാൽ അവർ സിമിലർ ട്രയാംഗിളാണ്. അപ്പോൾ എഴുതി വെക്കുക. ഇൻ ഫിഗർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ഡാഷ് ബി ഡാഷ് എഫ് ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എഫ് പി എം ആർ സിമിലർ ട്രയാംഗിൾസ്. എ ഡാഷ് ബി ഡാഷ് ബൈ എം പി ഇസ് ഈക്വൽ ടു, നോക്കൂ, എഫ് പി എന്ന് പറഞ്ഞ സൈഡും അതുപോലെ ബി ഡാഷ് എഫും സിമിലർ ആണ്. അപ്പോൾ ബി ഡാഷ് എഫ് ഡിവൈഡ് ബൈ എഫ് പിയും അതിന് ഈക്വൽ ആയിരിക്കും. അതായത് ബി ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ, ഇനി എ ഡാഷ് ബി ഡാഷിന് മാറ്റമൊന്നുമില്ല, ഡിവൈഡഡ് ബൈ, നോക്കൂ, എം പിയെ എനിക്ക്, എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ സ്മോൾ ആംഗിൾ എം ഇസ് വെരി ക്ലോസ് ടു പി ആണെങ്കിൽ, എം പി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, നോക്കൂ, ഈ നമ്മൾ നേരത്തെ വരച്ച ഈ ഒരു വര ഏതാ? ഈ ഇൻസിഡൻറ്റ് റേ പാരലലാണ്. അതുകൊണ്ട് തന്നെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും എ ബിയും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എം പിക്ക് പകരം എ ബി ഇസ് ഈക്വൽ ടു, ഇനി ബി ഡാഷ് എഫ് നോക്കൂ. ബി ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ബി ഡാഷ് പി എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുള്ള പീസിൽ നിന്നും എഫ് പി മൈനസ് ചെയ്താൽ ബാക്കിയാവുന്നതല്ലേ? നോക്കൂ, ബി ഡാഷ് പിയിൽ നിന്നും എഫ് പി മൈനസ് ചെയ്താൽ ബാക്കിയാവുന്നതാണ് ബി ഡാഷ് എഫ്. അപ്പോൾ എനിക്ക് ബി ഡാഷ് എഫിന് പകരം ബി ഡാഷ് പി മൈനസ് എഫ് പി എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എഫ് പിയിൽ മാറ്റമൊന്നുമില്ല, എഫ് പി. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നോക്കൂ, അടുത്ത ഇതേ ഡയഗ്രത്തിൽ, നേരത്തെ നമ്മൾ വരച്ച ഡയഗ്രത്തിൽ എച്ച് ഡാഷ്, ഓക്കെ, നോക്കൂ, വേറെ 2 ട്രയാങ്കിൾ എടുക്കുകയാണ്. നേരത്തെ നമ്മൾ 2 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞു. ഏതായിരുന്നു? എ ഡാഷ് ബി ഡാഷ് എഫും അതുപോലെ എഫ് പി എമ്മും. ഇപ്പോൾ ഞാൻ വേറൊരു 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എടുക്കണം. ഏതൊക്കെ നോക്കൂ, എ ഡാഷ് ബി ഡാഷ് പിയും ഞാനിവിടെ ഷെയ്ഡ് ചെയ്തത്, അതുപോലെ എ ബി പിയും. ഇത് രണ്ടും സിമിലർ ആണ്. കാരണം എന്താ നോക്കൂ, ഈ ആംഗിൾ 90 ആണ്, അതുപോലെ ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ ഇതിൻ്റെ 2 ആംഗിളുകൾ ഈക്വലായി. ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഉണ്ടാക്കുന്ന ആംഗിളും സെയിം അല്ലേ? അപ്പോൾ ഈ 2 ആംഗിളും സെയിം ആണ്. അപ്പോൾ വീണ്ടും അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം, ഇൻ ഫിഗർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പി ആൻഡ് എ ബി പി ആർ ഓൾസോ സിമിലർ ട്രയാങ്കിൾസ്. അങ്ങനെയാണ് അവരുടെ സിമിലർ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ എഴുതാം, എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഇസ് ഈക്വൽ ടു, നോക്കൂ, ബി ഡാഷ് പിയും അതുപോലെ ബി പിയും സിമിലർ സൈഡാണ്, ബി ഡാഷ് പി ബൈ ബി പി. ഇക്വേഷൻ നമ്പർ 2 എഴുതിക്കോളൂ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഒന്ന് ഇതാണ്, വേറൊന്ന് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും സ്പെഷ്യാലിറ്റി എന്താണ്? 2ൻ്റെയും എൽ എച്ച് എസ് സെയിം ആണ്. ഇതാ നോക്കൂ, ഇക്വേഷൻ നമ്പർ 1ൽ എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഉള്ളത്, ഇക്വേഷൻ നമ്പർ 2ലും എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയറിങ് 1 and 2 വി ഗെറ്റ് എന്താണ്, ഇതിൻ്റെ റൈറ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. എന്താ കിട്ടുക? ബി ഡാഷ് പി മൈനസ് എഫ് പി ബൈ എഫ് പി ഈസ് ഈക്വൽ ടു ബി ഡാഷ് പി മൈനസ് എഫ് പി ബൈ എഫ് പി ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ആർ എച്ച് എസ് എന്താണ്? ബി ഡാഷ് പി ബൈ ബി പി. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തുക. അതായത് ബിന്ന് പിയിലേക്കുള്ള ദൂരം എന്താ എടുക്കുക? നമുക്ക് യു എന്നെടുക്കാം. അതുപോലെ ഇമേജ് ഡിസ്റ്റൻസ് എഴുതി വെക്കുക, വി. അതുപോലെ ഫോക്കൽ ലെങ്ത് എഴുതി വെക്കുക, എഫ്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കൂ. ബിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ബി പിക്ക് ഇനി നമുക്ക് യു കൊടുക്കാം. അതുപോലെ എഫ് പിക്ക് ഇനി നമുക്ക് എഫ് കൊടുക്കാം. അതുപോലെ ബി ഡാഷ് പിക്ക് നമുക്ക് വി കൊടുക്കാം. അപ്പോൾ ബൈ സൈൻ കൺവെൻഷൻ നമുക്ക് ബി പിക്ക് പകരം എന്ത് കൊടുക്കാം? ബി പി നോക്കൂ, ഇതാണ് ബി പി അല്ലേ? അപ്പോൾ അത് യു ആണ്. പക്ഷേ നമ്മൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലേക്കാണ് അളക്കേണ്ടത്. അപ്പോൾ അത് മൈനസ് യു ആയിരിക്കും, മൈനസ് യു. അതുപോലെ ബി ഡാഷ് പി എന്നുള്ളത് മൈനസ് വി ആയിരിക്കും. അതുപോലെ എഫ് പി എന്നുള്ളത് മൈനസ് എഫ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്? കാരണം എല്ലാം പോളിൽ നിന്നും തുടങ്ങി നമുക്ക് ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനിൽ കൊടുക്കാം, ബി ഡാഷ് പിക്ക് പകരം മൈനസ് വി മൈനസ് മൈനസ് എഫ് ഡിവൈഡഡ് ബൈ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ മൈനസ് യു. അപ്പോൾ ഈ മൈനസും മൈനസും പെൻസിലെടുത്ത് വെട്ടി കാണിക്കുക. അതുപോലെ ഈ മൈനസും മൈനസും എന്തായി മാറും? അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതാം, മൈനസ് വിക്ക് മാറ്റമൊന്നുമില്ല. ഈ മൈനസും മൈനസും പ്ലസ് എഫ് എന്നാകും. അടിയിലുള്ള മൈനസ് എഫ് അങ്ങനെ തന്നെ ഉണ്ടാകും, വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ യു. ഓക്കെ, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഈ യുവിനെ മൈനസ് വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വി ഇൻറ്റു യു, അതുപോലെ പ്ലസ് യു എഫ് ഇസ് ഈക്വൽ ടു, ഇത് മൈനസ് എഫ് പുറത്തേക്ക് പോകുമ്പം ആരും മിസ്റ്റേക്കൺലി പ്ലസ് എഫ് എന്ന് എഴുതരുത് കേട്ടോ. ഈ മൈനസ് എഫ് ഡിവൈഡഡ് ബൈ ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ മൈനസും അപ്പുറത്തേക്ക് തന്നെ പോകും, മൈനസ് വി എഫ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ ടേമിനെയും, അതായത് എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും എല്ലാ ടേമിനെയും യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പം ഡിവൈഡിങ് വിത്ത് അല്ലെങ്കിൽ ഡിവൈഡിങ് എബോവ് ഇക്വേഷൻ വിത്ത് divide above equation with UVF we get നമുക്ക് എന്താ കിട്ടുക പറയൂ?
നമുക്ക് കിട്ടുന്നത് മൈനസ് വി യു ബൈ യു വി എഫ് പ്ലസ് യു എഫ് ബൈ യു വി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് വി എഫ് ബൈ യു വി എഫ്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷനിൽ എൽ എച്ച് എസിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ആർ എച്ച് എസിൽ ചെയ്താൽ എന്തില്ല, ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ, ഇവിടെ യുവും വിയും ക്യാൻസൽ ആയിട്ട് -1/f ബാക്കി ഉണ്ടാവും. യുവും എഫും വെട്ടിയ 1/v ബാക്കി ഉണ്ടാവും. വിയും എഫും വെട്ടിയാൽ 1/u ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് -1/f പ്ലസ് 1/v = 1/u എന്ന് കിട്ടും. എഴുതി വെക്കാം. -1/f പ്ലസ് 1/v = -1/u. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൈനസ് ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും, അപ്പുറത്തുള്ള മൈനസ് ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/v ഓൾറെഡി അവിടെ ഉണ്ട്. ഈ -1/v ഇപ്പുറത്തേക്ക് വന്നാൽ 1/u ഇപ്പുറത്തേക്ക് വന്നാൽ പ്ലസ് 1/u ആകും. ഇസ് ഈക്വൽ ടു -1/f ഇപ്പുറത്തേക്ക് വന്നാൽ 1/f ആകും. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? മിറർ ഫോർമുല എന്താണ്? 1/f = 1/v പ്ലസ് 1/u. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഡെറിവേഷനാണ്. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ട് നോട്ട് എഴുതി വെക്കുക. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. ലീനിയർ മാഗ്നിഫിക്കേഷൻ ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ m. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടായാൽ അത് എത്ര വലുതാണ് എത്ര ചെറുതാണ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. ഇക്വേഷൻ നമ്പർ 2 നിന്ന് നമുക്ക് കിട്ടിയൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? a'(b' = b'(p)/bp. നോട്ടൊന്ന് മറിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇക്വേഷൻ നമ്പർ 2 എന്താണ്. ഇത് എഴുതി കഴിഞ്ഞാൽ h' അതായത് a'(b') എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കൂ. h' ആണ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് AB ആണ്, അത് h ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? b'(p) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b'(p) എന്ന് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, v ആണ്, ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് bp അല്ലേ. ഇനി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് നോക്കൂ. h' തല കുത്തനെയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. h നേരെയാണ്, അത് പ്ലസ് തന്നെയാണ്, അപ്പോൾ ഒന്നും ചെയ്യണ്ട. -v ആണ്, അതുപോലെ -u ആണ്. ഈ രണ്ട് മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന h'/h = അപ്പുറത്തുള്ള മൈനസ് ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ -v/u. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? m. അപ്പോൾ എഴുതി വെച്ചോളൂ. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് m = h'/h എന്ന് എഴുതാം, അല്ലെങ്കിൽ m = -v/u. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് എന്തിനുള്ളതാണ്? ലീനിയർ മാഗ്നിഫിക്കേഷൻ അഥവാ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഉണ്ടായാൽ അത് വലുതാണോ ചെറുതാണോ സെയിം സൈസാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്ററാണ്. അപ്പോൾ എഴുതി വെക്കുക. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. എന്താണ് ഇതിൻ്റെ യൂസ് നമുക്ക് നോക്കാം. എഴുതി വെച്ചോളൂ. സ്പെഷ്യൽ കേസസ് ആണ്. അതിൽ ഒന്നാമത്തത് ഇഫ് m = 1 ആണെങ്കിൽ നമുക്ക് ഞാനിവിടെ ഇക്വേഷൻ ഇവിടെ ഓൾറെഡി ഒന്ന് എഴുതി വെക്കാം. m എന്ന് വെച്ചാൽ എന്തായിരുന്നു? h'/h ആയിരുന്നു അല്ലേ. അപ്പോൾ m എപ്പോഴാണ് 1 കിട്ടുക? h'-ഉം h-ഉം ഈക്വൽ ആണല്ലോ ഇക്വേഷനിൽ ഒരു റേഷ്യോ 1 ആവുക അല്ലേ. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആയാലാണ് ഒരു ഇക്വേഷൻ 1 കിട്ടുക ആൻസർ. അപ്പോൾ എന്താ? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ഇമേജും എന്താണ്? ഈക്വൽ ആണെന്ന് എഴുതി വെക്കുക. അതുപോലെ ഇഫ് m is less than 1 ആണെങ്കിലോ, m less than 1 ആണ് കിട്ടിയെങ്കിൽ ഉറപ്പല്ലേ മുകളിലുള്ള ന്യൂമറേറ്റർ ചെറുതും അതുപോലെ ഡിനോമിനേറ്റർ വലുതുമായാലാണ് ഒരു റേഷ്യോ നമുക്ക് <1 ആയിട്ട് ആൻസർ കിട്ടുക. അതുകൊണ്ട് എഴുതി വെക്കുക ഹൈറ്റ് ഓഫ് ഇമേജസ് < ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇനി m >1 ആവുക എപ്പോഴാണ്? മുകളിലുള്ളത് വലുതും അടിയുള്ളത് ചെറുതാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഇമേജ് ആണ് ഗ്രേറ്റർ ഒബ്ജക്റ്റിനേക്കാൾ. അപ്പോൾ എഴുതി വെച്ചോളൂ ഇഫ് m is >1 ഹൈറ്റ് ഓഫ് ഇമേജസ് > ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അതേപോലെ വേറെ ഒരു രണ്ട് കാര്യങ്ങളൂടെ ഓർത്ത് വെക്കേണ്ടത്, m നെഗറ്റീവ് കിട്ടിയാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? m നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ h' നെഗറ്റീവ് കിട്ടണം, അല്ലെങ്കിൽ h മാത്രം നെഗറ്റീവ് കിട്ടണം. പക്ഷേ h ഒരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ
മേലോട്ടേ നമ്മൾ എന്ത് വെക്കൂ, ഒബ്ജക്റ്റ് വെക്കുള്ളൂ. അതുകൊണ്ട് അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എം നെഗറ്റീവ് ആണെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എച്ച് ഡാഷ് എന്താവണം, നെഗറ്റീവ് ആവണ്ടേ. എപ്പോഴാണ് എച്ച് ഡാഷ് നെഗറ്റീവ് ആവുക, അത് തല കുത്തനെ കിട്ടുമ്പോഴല്ലേ. അപ്പം എം നെഗറ്റീവ് കിട്ടിയാൽ ഇമേജ് റിയൽ ആയിരിക്കും, ബിക്കോസ് റിയൽ ഇമേജ് ഇസ് ഓൾവേസ് ഇൻവേർട്ടഡ്. അതേപോലെ ലാസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, ഇഫ് എം ഇസ് പോസിറ്റീവ് ഇമേജ് ഇസ് വെർച്വൽ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും, എം പോസിറ്റീവ് ആണെങ്കിൽ എച്ച് ഡാഷും എച്ചും പോസിറ്റീവ് ആയാലും എം പോസിറ്റീവ് കിട്ടും. ഇനി എച്ച് ഡാഷും എച്ചും നെഗറ്റീവ് ആയാലും എം എന്ത് കിട്ടും, പോസിറ്റീവ് കിട്ടില്ല. കാരണം ഇത് മൈനസും മൈനസും രണ്ടും വന്നാൽ മൈനസ് ക്യാൻസൽ ആയിപ്പോവും. എന്നാൽ എച്ച് ഒരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എം പോസിറ്റീവ് ആകാൻ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എച്ച് ഡാഷും എച്ചും പോസിറ്റീവ് ആണ്. എച്ച് ഡാഷ് എപ്പോഴേ പോസിറ്റീവ് ആവുള്ളൂ, ഒബ്ജക്റ്റ് ഇമേജ് നേരെ നിവർന്നതാകുമ്പോഴാണ്. അതുകൊണ്ട് വെർച്വൽ ഇമേജ് ആയിരിക്കും എപ്പോഴും നിവർന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ്, ഈ 4 1 2 3 4 5 പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ സാധാരണ കുട്ടികൾ ചോദിക്കുന്നൊരു ഡൗട്ടുണ്ട്, സാറേ എം നമുക്ക് -2 കിട്ടി, ഇതിൻ്റെ അർത്ഥം എന്താണ്? ബി വെരി കെയർഫുൾ. ഈ മൈനസിൻ്റെ നമുക്ക് ലീനിയർ മാഗ്നിഫിക്കേഷനിൽ കിട്ടുന്ന മൈനസ് സൈനെ ആ നമ്പറുമായിട്ട് കൂട്ടി വായിക്കരുത്. ഇത് -2 എന്ന് മനസ്സിലാക്കരുത്. പകരം 2 അഥവാ ഡബിൾ സൈസുള്ള ഇമേജ് ബട്ട് തലകുത്തനെയുള്ളത്. അല്ലാണ്ട് -2 ലെസ് ദാൻ 0 ആണല്ലോ, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണല്ലോ, അതുകൊണ്ട് ഇത് ചെറുതായിരിക്കുമോ എന്ന് വിചാരിക്കരുത്. എം -10 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം 10 മടങ്ങ് വലിപ്പമുള്ള ഇമേജാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ അത് തലകുത്തനെയാണ് എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഈ വീഡിയോയോടുകൂടി നമ്മൾ റേയോപ്റ്റിക്സിലെ റിഫ്ലക്ഷൻ എന്ന ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ റിഫ്രാക്ഷൻ എന്ന ഫിനോമിനനാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, 1-2 പ്രോബ്ലംസ് ബോർഡ് എക്സാമിന് ചോദിച്ച അല്ലെങ്കിൽ NCERT-യിലുള്ള 2-3 പ്രോബ്ലംസ് ചെയ്തു നോക്കാം.